യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. ഓക്കെ, നമുക്കാദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 4-5 കയ്യിലോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ശേഷം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ പാകത്തിന് വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ. ഇപ്പോൾ നല്ലോണം ആയിട്ടുണ്ട്. നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഓരോ തവി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നല്ല തിന്നല്ലാതെ അത്യാവശ്യം ചെറിയൊരു കട്ടിയിലാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ പത്തിരിയും നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 4 പത്തിരിയോളം നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് നമുക്ക് ചുട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സവാള അരിഞ്ഞു കൊടുക്കാം. അതിനെ തൊലിയെല്ലാം നമുക്ക് കളഞ്ഞതിന് ശേഷം നല്ല തിന്നായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കാം. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ശേഷം ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പൊടിയായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളകും കൂടി ഞാൻ അതിലിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടികൾ നമുക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പ് വേവിച്ച ചിക്കനാണ് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുത്ത് ദോശ മുക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു 4 മുട്ട നമുക്കിവിടെ പൊട്ടിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് പാല് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എല്ലാ ഭാഗത്താകുന്ന വിധം സ്പ്രെഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ചുട്ട് വെച്ചിരിക്കുന്ന ദോശ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ വീണ്ടും സെയിം പ്രോസസ്സ് ദോശ നമ്മൾ മുട്ടയുടെ ഇതിൽ മുക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് കൂട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഒരു 3 ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു ദോശ കൂടി നമുക്ക് മുകളിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന മുട്ടയുടെ വെള്ളം നന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇറങ്ങുന്ന വിധത്തിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് സെറ്റ് ആവുന്നത് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിത് മൂടി വെക്കാം. അടി കരിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്ന് നോക്കിയാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഹെൽത്തി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.